എന്താണ് ഷാനവാസിന് സംഭവിച്ചത്, എന്തായിരുന്നു കിച്ചണിലെ പ്രശ്നങ്ങളെന്ന് ചോദിക്കുന്നത്. അക്ബർ പറയുന്നത്, ലാലേട്ട അത് കിച്ചണിൽ ഇവരായിരുന്നു ഡിഷ് വാഷ് ചെയ്യേണ്ടത്, അത് അനുമോളും ഷാനവാസും അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അതും ചെയ്യണം, നമ്മൾ കുക്കിങ് ചെയ്യണം, അത് ചെയ്ത് തരാതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു. ഷാനാസിക്കോട് പറഞ്ഞപ്പോൾ ഷാനാസ് പറഞ്ഞു ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഇന്നലെ കഴുകി വെച്ചതാണ്. ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കിച്ചൺ ഡ്യൂട്ടി 3 പേരോട് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അത് പിന്നീട് അതൊരു മോശമായിപ്പോയി, പിന്നെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക്? എന്തിനാണ് ആവശ്യമില്ലാത്തൊരു കാര്യമല്ല തലയിൽ വലിച്ചെടുത്തതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അവർ കിച്ചണിൽ കയറാൻ പാടില്ല, അപ്പം പിന്നെ അവർക്ക് ഭക്ഷണം കിട്ടില്ല, അവർ തന്നെ കയറി ഉണ്ടാക്കത്തില്ലേ? അവർക്ക് തോന്നിയ പോലെ അവർ ചെയ്ത്, അപ്പോൾ അതൊരു പരാജയമല്ലേ നിങ്ങളുടെ? അത് ലാലേട്ടൻ അവർ വെസൽ ചെയ്യാത്തത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അവർ കിച്ചൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ വെസലിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ ലാലേട്ട. അതേ നമ്മൾ ചെയ്തോളൂ. പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോയി. അത് പിന്നെ നെവിനും ഷാനവാസൊക്കെയും തമ്മിലുള്ള പ്രശ്നത്തിലോട്ട് പോയി. അതാണ് സംഭവിച്ചതെന്ന് അക്ബർ പറയുന്നു. ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് നൂറയ്ക്ക് ഗ്യാസ് വന്ന് വേറൊരാൾ ഛർദ്ദിച്ച്. എന്താ നൂറ, ഭക്ഷണം കിട്ടിയില്ലേ? ലാലേട്ട ഒരു നൈറ്റ് ഇവർ ഡിന്നർ സ്കിപ്പ് ചെയ്ത്. ഇവർ ഡിന്നർ സ്കിപ്പും ചെയ്ത് നെവിനും അക്ബറും കൂടെ രാത്രി വയറ് നിറച്ചിരുന്ന് കഴിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ മാത്രം കഴിക്കുന്നത്, ബാക്കിയുള്ളവർ കഴിച്ചോ ഇല്ലയോ ഒന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഇവർ പറയുന്ന അടിച്ചു വാര്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഒന്നും അറിയുന്നില്ല. നമ്മൾക്ക് മെഡിസിൻ എടുത്തു തന്നത് തന്നെ അക്ബറാണ്. ലാലേട്ടൻ ചോദിക്കുന്നു, അക്ബർ നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന്. ലാലേട്ടൻ അത് ഞാൻ പറയാം, അത് ഇവൻ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അപ്പം ഇവൻ കഴിക്കാനായിട്ട് പോയപ്പോൾ ഇവൻ എന്നെ വിളിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ലേറ്റായിട്ട് ലഞ്ച് കഴിച്ചതുകൊണ്ട് ഡിന്നർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ലേറ്റായിട്ട് കഴിച്ചില്ലെന്ന് വെച്ചിട്ട് നമ്മൾ ചോദിച്ചില്ല, അത് നമ്മുടെ ഒരു മിസ്റ്റേക്കാണ്. ശരി, അത് നിങ്ങളുടെ അബദ്ധമായിപ്പോയി. നമുക്ക് ഷാനവാസിൻ്റെ കാര്യം സംസാരിക്കാം. നെവിൻ എന്താണ്? ലാലേട്ട അത് നേരത്തെ തന്നെ ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായിരുന്നു. ആ സെയിം ദിവസം തന്നെ 2-3 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഒരു കറി വെക്കുന്നതിനെ പറ്റി ഒരു തർക്കം ഉണ്ടായിരുന്നു. പിന്നെ ഷാനവാസിക്ക എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് മല്ലിയില എടുത്തുകൊണ്ട് പോയത്. അല്ല, എന്താണ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നു. പാല് പൊട്ടിച്ച് വെച്ചിരുന്നതായിരുന്നു, അത് വന്ന് പിടിച്ചപ്പോൾ അത് എൻ്റെ മേലേക്കായി. അപ്പം ഞാനും പാൽ അങ്ങോട്ടേക്ക് എടുത്തൊഴിച്ച്. ഇൻറ്റൻഷനലി ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ കവറെടുത്ത് അങ്ങോട്ട് എറിഞ്ഞ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹാർട്ട് പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. അടുത്ത ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നത്, എന്താണ് അനീഷ്, എന്താണെന്ന് കേൾക്കട്ടെന്ന് പറയുന്നു. ഷാനവാസിന് നേരത്തിന് ഭക്ഷണം കിട്ടേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അധികം മെഡിസിൻ കഴിക്കുന്നു. നൂറയ്ക്കാണെങ്കിൽ ഗ്യാസ് വരുന്നു. പ്രോബ്ലങ്ങളുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഹൗസിലുള്ളത്. ഇവനാണെങ്കിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ബെഡിൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുക, അങ്ങനെ പല പല ഏർപ്പാടുകളൊക്കെ നിവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവിൻ്റെ ഭക്ഷണം വേണം, എന്നിട്ട് 2 ഫേവറേറ്റായ 2 കിച്ചൺ മെമ്പേഴ്സിനെയും കൂടെ വിളിച്ച് അവർക്കും കൊടുക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒന്നും കൊടുക്കുന്നില്ല. ബോസിൻ്റെ ഈ ചരിത്രത്തിൽ 2 നേരം ആഹാരം കഴിച്ച ഇവരുടെ ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. കാലത്ത് ഭക്ഷണം തന്നത്, പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം തെറ്റിയിട്ട് 7 മണിയോളെയാണ് തന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, അതായത് ഇവർ നിങ്ങളറിയാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു. ആണോ അക്ബർ? നിങ്ങൾ അക്ബർ ഇല്ലയെന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ പാലിൽ പഞ്ചസാരയിട്ട് ബ്രെഡ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കലക്കി കഴിക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ 3 ക്യാപ്റ്റന്മാരാണ്, നിങ്ങളുടെ അടുത്ത് കഴിക്കുന്നത്, അവർക്ക് കൊടുക്കുന്നില്ല. എന്നിട്ട് ആര്യനെ വിളിച്ച് കൊടുക്കുന്നു, ആര്യന് വേണ്ടാന്ന് പറഞ്ഞിട്ടും കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടായോ? അത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ലാലേട്ട, അതിനെ ചൊല്ലി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ കറക്റ്റല്ലേ, നിങ്ങൾ സുഖമായിട്ട് കഴിക്കുന്നത് അവർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ഇവരെല്ലാവരും കഴിക്കുന്നുണ്ടോ ലാലേട്ട? ഇല്ല എന്ന് എല്ലാവരും കൂടെ പറയുന്നു. ചേട്ടൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, ബാക്കി പലരും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നത്, ഞാനിവിടെ ഉള്ള ആളല്ലേ, അങ്ങനെ കഴിക്കുന്നുണ്ടോ നൂറാന്ന് ചോദിക്കുന്നു. നൂറ പറയുന്നു, ലാലേട്ട അങ്ങനെ കഴിക്കാറുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് കഴിക്കാമെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാമെന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ കഴിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ലാലേട്ടൻ പറയുന്നു. ഞങ്ങൾ കഴിക്കലുണ്ട്, ഞങ്ങളത് തുറന്ന് പറയുകയും ചെയ്യുമെന്ന് നൂറ പറയുന്നു. ഇവർ ക്യാപ്റ്റൻസി കയറി ഉടനെ തന്നെ ലക്ഷറി ബഡ്ജറ്റ് വന്ന് അത് ഇവർ തന്നെയാണ് കഴിച്ചു തീർക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്തൂടെ? ഇവർക്ക് എടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാമല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ പോരെ, പരസ്പരം മോഷ്ടിച്ച് കഴിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് ലാലേട്ടൻ. ഇവർ പറഞ്ഞു, ലാലേട്ട നമ്മൾ ക്യാപ്റ്റൻസിയിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു പരിപാടി വേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിന് ശേഷമല്ല ഇപ്പോൾ കഴിച്ചിട്ടുള്ളത്, അതിന് മുന്നേ കഴിച്ചതാണെന്ന്. ഒരു മിനിറ്റ്, അതിലേക്ക് എന്തോ പറയാനുണ്ടല്ലോ, എന്താ അതിലെന്ന് ചോദിക്കുന്നു. ലാലേട്ട നമ്മുടെ ഷെയറാണ് നമ്മൾ എടുക്കുന്നത്, അത് കിട്ടാത്തവർക്കും ഇവർക്കാണെങ്കിലും നമ്മൾ അത് വീതിച്ച് കൊടുക്കുന്നുണ്ട്. അക്ബറിന് യോഗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം നമ്മളെടുത്തതിൽ നിന്ന് അക്ബറിനും ആര്യനും നമ്മൾ കൊടുത്തു. നമ്മൾ ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട് ലാലേട്ട, എന്തെടുത്താലും. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നുണ്ട്. എന്നാലും ശരി, ഷാനവാസിൻ്റെ കാര്യം എന്താണ് അതിലാന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഫുഡ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല ലാലേട്ട, അതാണ്. ഷാനവാസ് അവിടെ വീണ്. നിങ്ങൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഷാനവാസിനെ നിങ്ങൾ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയെന്ന് അറിയാമോ?
സമയം എടുത്ത് ലാലേട്ടാന്ന് പറയുന്നത്. 8 മിനിറ്റ് 9 മിനിറ്റാണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് അതാണോ വലുത്? നിങ്ങൾ അതിൻ്റെ ഇടയിൽ ആളുകളെ പിടിക്കുന്ന അടിക്കുന്ന എന്തുവാണിത്? ഇതാണോ വേണ്ടത്? 4 പ്രാവശ്യം നിങ്ങൾ ബിഗ് ബോസ് വിളിക്കുന്ന കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ഇതാണോ ചെയ്യേണ്ടത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണണോ എന്താ നടന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുവാണ്. അത് അവർ കാണുന്നു. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.